അമ്പാണേ സൂപ്പർ. ഹൈ ഹൈ നരങ്ക നരങ്ക ഹാപ്പി അല്ലേ? ഹാപ്പി രംഗ ചേട്ടാ. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പൊ അല്ലെങ്കിൽ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആക്കും. അതാ രംഗ. അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. ഞാനേ എല്ലാ ഓണം ആഘോഷിക്കണത് അങ്ങ് ബാംഗ്ലൂർ. ഇപ്രാവശ്യം ഞാൻ ഇവിടെ കേരളത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. അടിപൊളി. അതുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കണം. അമ്മ ഒരു അടിപൊളി മാവിളിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. മാവിളി 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 മാവിളിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ നമുക്ക് പരിപാടികൾ തുറക്കാം. അല്ല അമ്പാണ് ഇവിടെ. അമ്പാണ് അമ്പാണ് ഇവിടെ. അമ്പാണ് അമ്പാണ് പോയി വിളിച്ചോ. എന്താണ് കിടന്നല്ലേ വിളിക്കണേ? എല്ലാം സെറ്റാണോ അമ്പാണെ? എല്ലാം സെറ്റാണ്. ഓണക്കളി, ഓണപ്പാട്ട്, ഓണസദ്യ, ഓണത്തല്ലൊഴിച്ച് ബാക്കി എല്ലാം സെറ്റാണ്. അല്ല മാവേലി എവിടെ? മാവേലി അണ്ണൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരു മാവേലി കിട്ടിയിട്ടുണ്ട്. ഒരു സൂപ്പർ മാവേലി, ഒരു ഒന്നൊന്നര മാവേലി. വേടാ 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 വേണ്ട. മാവേലി വേണ്ടേ? മാവേലിനെ വേണം. എനിക്ക് ഒന്നര മാവേലിനെ വേണ്ട. എനിക്ക് ഒരു മാവേലിനെ മതി. അര മാവേലിനെ പറഞ്ഞു വിട്ടേക്ക്. അണ്ണാ മാവേലി വിളിക്കട്ടെ. ആ വിളി വിളി വിളി. മാവേലി മാവേലി. എല്ലാവർക്കും ഓണാശംസകൾ. സംശയങ്ങളാ അമ്പാണേ? എന്താ ഇത്? അണ്ണാമ്മ ഓണാശംസകൾ തന്നെയാണ് പറഞ്ഞത്. അണ്ണൻ കേട്ടേന്റെ സംശയമാണ്. ആ പോട്ട് പോട്ട്. നീ ഒന്നൂടെ പറ. ഓണാശംസകൾ. ഞാൻ കേട്ടേന്റെ മിസ്റ്റേക്ക് അല്ല, അവ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. സോറി അണ്ണ. ചേട്ടൻ എന്നെ വെറുതെ ചെറുതാക്കാൻ നോക്കണ്ട. ഞാൻ മഹാബലി മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ വിഷുവിന് കൃഷ്ണനായത്തൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ എല്ലാവരോടും ഒരു വിശ്വാസംസകൾ പറഞ്ഞേ. എല്ലാവർക്കും വിഷാംശയങ്ങൾ. വിഷാംശങ്ങളാ? ആ വിഷാംശയങ്ങള്. അതെന്ത്? നിങ്ങൾ കേരളത്തിലുള്ളവർ പച്ചക്കറികൾ വിഷം കുത്തിയല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷാംശയങ്ങൾ. ഇതെന്താ ഇവൻ ബംഗാളിയാണോ? ഞാൻ പറഞ്ഞതെന്താ കേരളത്തിലെ ആള് വേണമെന്നല്ലേ? ചേട്ടാ അതെ അണ്ണ. ചേട്ടാ ചേട്ടനന്നെ അല്ലേ ഓർക്കിയത്? അതെ. ചേട്ടനൊരു മണ്ടനാ. അതെന്താണോ നീ അങ്ങനെ പറഞ്ഞത്? ചേട്ടാ ഈ മഴയുള്ളപ്പോ പിന്നെന്തിനാ നിക്കോടാ? ഒരു മണ്ടൻ ചേട്ടനാ മാറ്റി. പോട്ട് പോട്ട് പോട്ട്. അപ്പം നിന്റെ പേരെന്ത് മാവേലി? എന്റെ പേര് മോത്തിലാള്. അമ്പാനെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അണ്ണാ അവന്റെ അമ്മ അവന് മോത്തിലാലിന് പേരിട്ട ഞാൻ എന്തിനു ശ്രദ്ധിക്കാം? പോട്ട് 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 പോട്ട്. ഊർ ക്യാ? ഊർ ഊർ ഊർ. ഞാൻ അപ്പളേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ടാണ്. ഞാൻ ഊറി തരാം ചേട്ടാ. വീട് വീട് ഹൗസ്. വീട്. എന്റെ വീട് ജാർഖണ്ഡ്. ജാർഖണ്ഡ്. അമ്പാനെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അണ്ണാ അവന്റെ അച്ഛനും അമ്മയല്ലേ ജാർഖണ്ഡിൽ കൊണ്ട് വീട് വെച്ച്. ശ്രദ്ധിക്കണ്ടേ? പോട്ട് പോട്ട് പോട്ട്. ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? കേരളത്തിലെ മാവേലി മതി എന്നല്ലേ? നീ കേരളത്തിലെ മാവേലി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ജാർഖണ്ഡിലെ മാവേലിനെ പിടിച്ചോണ്ട് വന്നത്? അണ്ണ ഇവൻ കേരളത്തിൽ തന്നെയാണ്. ഇവനെ പെരുമ്പോ ഒരു സ്വന്തമായിട്ടൊരു വലിയ വീടുണ്ട്, റേഷൻ കാർഡുണ്ട്, 2 കുട്ടികളും ഒരു ഭാര്യയുണ്ട്. ചേട്ടാ ചേട്ടന് തട്ടി ഒരു കുട്ടിയും 2 ഭാര്യ. മഹാബലിയല്ല ബാഹുബലി. അല്ല ഭാര്യമാർ എന്ത് ചെയ്യുന്നു? ഞാൻ എന്തെങ്കിലും പാത്തെന്ന് പറഞ്ഞ എന്നെ എന്തെങ്കിലും ചെയ്യും. അതിർന്ന ഒരു കുഴപ്പം. ഓണപരിപാടികളൊന്നും തുടങ്ങണ്ടേ? ആ നില്ല് നില്ല് നില്ല്. ഓണപരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഓണത്തിനെ പറ്റി എന്തറിയാം? എനിക്ക് ഓണത്തിനെ കുറിച്ചൊക്കെ അറിയാം. എങ്ങനെ ഓണത്തിനെ പറ്റി 2 വാക്ക് പറ. ഓണത്തെ കുറിച്ച് പറയട്ടെ? 2 വാക്ക് മതിയാ? 2 വാക്ക് മതി. ഓണത്തിന് ജോളിയുള്ള, ഓണത്തിന് ബോണസ് കിട്ടും. ഇന്നെനിക്ക് ബോണസ് കിട്ടുന്ന ദിവസമാണ്. മുതലാളി വിളിച്ചാൽ ഞാൻ പോവും. അയ്യോ പോവല്ലേ പോവല്ലേ. നമുക്ക് ഓണപരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പോവാം. ഹലോ മുതലാളിയാ? ചേട്ടാ ബോണസാ? ഞാനിപ്പോ വരാം മുതലാളി. ഓക്കെ ചേട്ടാ ഞാൻ പോവാണ് ചേട്ടാ. എന്ത്? അല്ല എനിക്ക് മുതലാളി ബോണസ് വിളിക്കുന്നു. ഞാൻ പോന്നു. അയ്യോ ഇപ്പൊ പോവാൻ പറ്റൂല. നമുക്ക് ഓണപരിപാടി കഴിഞ്ഞിട്ട് പോവാം. നിനക്ക് പൈസ തന്നിട്ടില്ലേടേ? ആ നീ ഇപ്പൊ പോണ്ട. നമുക്ക് ഓണപരിപാടി കഴിഞ്ഞിട്ട് പോയാ മതി. എനിക്കിപ്പോ ബോണസ് ചേട്ടാ. നീ പോവോ? അമ്പാനെ കാണിച്ചു കൊടു. ഈ രംഗച്ചട്ടൻ കാണിക്കുന്നു പറഞ്ഞ കാണി. അയ്യോ ചേട്ടാ എന്നെ ഒന്ന് ചെയ്യല ചേട്ടാ. എന്നാ കാല് പിടിക്കാൻ ചേട്ടാ. എന്നെ ഒന്ന് ചെയ്യല ചേട്ടാ. ഈ രംഗച്ചട്ടൻ കാണിക്കുന്നു പറഞ്ഞ കാണിക്കും. കാണിച്ചു കൊടുമ്പാനെ. അവൻ പേടിച്ചത് കണ്ട. ശരിയണ്ണ. ചേട്ടാ അണ്ണാ പൊട്ടുന്നില്ല. ഇത് ഇങ്ങോട്ട് തന്നെ. ചേട്ടാ ചേട്ടൻ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഇത് കുട്ടികൾ
പൊട്ടിക്കാൻ അറിയാമോ? ആ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പൊട്ടിക്കാറുണ്ട് ചേട്ടാ. നീ തോക്കാളെ സുഖം പിടിക്കുന്ന തോക്കിനെ പൊട്ടിച്ച്. നിനക്കിനി ഓണപ്പാട്ട് പാടാൻ അറിയില്ലേ? ഇല്ല, എനിക്ക് ഹിന്ദിയിൽ പാടാൻ അറിയാം. നീ ഹിന്ദിയിൽ പാടണ്ട, ഇത് മലയാളികൾ ആഘോഷിക്കുന്ന പരിപാടിയാണ് ഓണം. അപ്പൊ നീ ഇത് ഓണപ്പാട്ട് മലയാളത്തിൽ പാടിയാ മതി. ചേട്ടാ ഹിന്ദി കേട്ട് നോക്കി, ചേട്ടന് ഇഷ്ടപ്പെടുമെന്ന് നോക്കറോ? ആ എങ്കിൽ ശരി, പാട്ട് പാട്. ശരി ചേട്ടാ. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ. ഓണം ആയ മുഷിയം കാതിൻ ഓണം ആയ മഹാബലി की याद आकर തിരുവോണം ആയ. ഓ ദിത്തിത്താരാദിത്തിത്തൈ ദിത്തൈ ദഗദൈദൈദോ. 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 അണ്ണാ ഓണം അടിപൊളിയായിട്ടുണ്ട്. അതെ. പാട്ട് ഇഷ്ടപ്പെട്ടു. ഓണം പൊളിച്ച്. ഓണം പൊളിച്ചില്ല അണ്ണാ, പൊളിഞ്ഞ്. പൊളിഞ്ഞ മാവേലി താണ്ടെ പോയി. മാവളി അവിടെ പോയി. മാവേലി പാട്ടിന്റെ ഇടയ്ക്ക് മുങ്ങിയണ്ണ. മുങ്ങിയോ? എനിക്കവൻ പോട്ട്. എനിക്കവൻ പോണേലുള്ള മസമില്ല. അമ്പാണെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെണ്ണ? ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ബംഗാളിക്ക് ബോണസ് ആണ് മുഖ്യം. എന്നാ അണ്ണാ ഞാൻ ഇനി അണ്ണന്റെ കൂടെ ബാംഗ്ലൂരിക്ക് വരുന്നില്ല. അതെന്ത്? അണ്ണന്റെ കൂടെ ബാംഗ്ലൂരിൽ വന്ന് വെടികൊണ്ട് ചാവണേനെക്കാട്ടിലും നല്ലതല്ലേ ഈ സ്ഥിരം ജോലിക്ക് പോകുന്ന മാവേലിന്റെ കൂടെ പോയി കാശ് സമ്പാദിക്കാൻ. അമ്പാണെ ഒന്ന് പോണ. എന്നെ ആർക്കും വേണ്ട. നീ നന്നായി വാ, നന്നായി വാ, നന്നായി വാ. നീ നന്നായി വാ.